Hi students, welcome back. Today I am discussing the topic orbital velocity of the satellite and second one time period of the satellite. Orbital velocity and time period. Okay. എന്താണ് സാറ്റലൈറ്റ് എന്ന് നമുക്ക് നോക്കാം. സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരു ബോഡി. ഓക്കെ, ഇറ്റ്സ് എ ബോഡി വിച്ച് റിവോൾവ്സ് അറൗണ്ട് ദ പ്ലാനറ്റ്. ഓക്കെ, പ്ലാനറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു ബോഡിയാണ് എന്തെന്ന് പറയുക, സാറ്റലൈറ്റ്. ഓക്കെ, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും ഉണ്ട്. നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് മൂണാണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഏതൊക്കെയാണ്? ഇൻസാറ്റ്, എഡ്യൂസാറ്റ്, ഇതെല്ലാം എന്താണ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ഓർബിറ്റൽ വെലോസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ദി സാറ്റലൈറ്റ്. ഓക്കെ, അപ്പൊ ഓർബിറ്റൽ വെലോസിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടോപ്പിക് ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി. ഓക്കെ, ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ദി സാറ്റലൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എർത്ത് തന്നെ കൺസിഡർ ചെയ്യാം. എർത്തിന് മാസ് ക്യാപിറ്റൽ എം, റേഡിയസ് ക്യാപിറ്റൽ ആർ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മാസ് ഓഫ് ദ എർത്ത് ഈസ് ക്യാപിറ്റൽ എം, റേഡിയസ് ക്യാപിറ്റൽ ആർ. ഓക്കെ, സാറ്റലൈറ്റ് വിച്ച് റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത് ഇൻ എ സർക്കുലർ ഓർബിറ്റ്, അല്ലെ? അല്ലെങ്കിൽ ഓർ നമുക്ക് എന്ത് പറയാം, സാറ്റലൈറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ പ്ലാനറ്റ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്. ഓർബിറ്റിലൂടെയാണ് സാറ്റലൈറ്റ് എന്ത് ചെയ്യുന്നത്, റിവോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഓർബിറ്റ്. ഓർബിറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സാറ്റലൈറ്റ് എടുത്തു. ഓക്കെ, ദി സാറ്റലൈറ്റ് ഈസ് ഹാവിംഗ് എ മാസ് സ്മോൾ എം വിച്ച് ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി VO. ഓർബിറ്റൽ വെലോസിറ്റി ആയതുകൊണ്ട് VO എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു VO. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ബോഡി എന്ത് ചെയ്യണം, സർക്കംഫറൻസ് ഓഫ് ദ അല്ലെ ഓർബിറ്റിലൂടെയാണ് അത് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സർക്കുലർ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ എനി ബോഡി വിച്ച് മൂവ്സ് ഇൻ എ സർക്കുലർ മാനർ വിൽ possess സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, ഏതൊരു ബോഡിയും സർക്കുലർ മാനറിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ബോഡി പൊസസ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ഓക്കെ, then centripetal force acting on the body. എന്താണ് centripetal forceന്റെ ഇക്വേഷൻ? നമുക്കറിയാം, mv² divided by r ആണ്, അല്ലെ? അപ്പൊ centripetal force acting on the body. ഇപ്പൊ ഫസ്റ്റ് കേസ് നമുക്ക് എഴുതാം, centripetal force acting on the body, on the satellite. Okay, equal to mv02. ഇവിടെ v0 വെലോസിറ്റി ആയതുകൊണ്ട് mv02 divided by r. Okay, mv02 divided by r ആണ് എന്ത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദാറ്റ് സാറ്റലൈറ്റ്. ഓക്കെ, ഇനി രണ്ടാമത് വേറൊരു ഫോഴ്സും കൂടെ ആ സാറ്റലൈറ്റിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, which is the force exerted by the earth on the satellite. എർത്തിനും ഒരു ഗിവൺ മാസ് ഉണ്ട്, സാറ്റലൈറ്റിനും ഒരു ഗിവൺ മാസ് ഉണ്ട്. അപ്പൊ അതിനിടയിൽ എന്തുണ്ട്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ദാറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ്, അതിനെ നമ്മൾ എന്തെന്നാ പറയാ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ് പറയാ. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, gravitational force is equal to G into capital M into small m. Okay, divided by, what about the distance of the satellites from the center of the earth? അല്ലെ, എർത്തിന്റെ സെന്ററിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? സ്മോൾ r. ഓക്കെ, ക്യാപിറ്റൽ R റേഡിയസ് ആണ്, h ഹൈറ്റിലാണ് ഈ ഓർബിറ്റ് എങ്കിൽ ക്യാപിറ്റൽ R പ്ലസ് h ആണ് എന്തെന്ന് പറയാം, സ്മോൾ r. ഓക്കെ, സ്മോൾ r is equal to capital R plus h. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? സാറ്റലൈറ്റിന്റെ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ എർത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു r ആണ്, സ്മോൾ r ആണ്. സോ GMM divided by r². ഓക്കെ, ഇവിടെ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ദ സാറ്റലൈറ്റ് ടു റിവോൾവ് ഇൻ ഇറ്റ്സ് സർക്കുലർ ഓർബിറ്റ്. ഓക്കെ, അപ്പോ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ, പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ,
the necessary centripetal force for the satellite for revolving in its orbit that is provided by the gravitational force. Gravitational force ആണ് necessary centripetal force നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഈ രണ്ട് ഇക്വേഷനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലെ. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, സെൻട്രിപെറ്റൽ ഫോഴ്സ് Fc എന്ന് പറയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് Fg. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ടിന്റെയും വാല്യൂസ് ഒന്ന് കൊടുക്കാം. ഓക്കെ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു mv സ്ക്വയർ ഡിവൈഡഡ് ബൈ r, that is equal to gravitational force. Gravitational force is equal to g into capital M small m divided by r square. Okay, ഇനി സോൾവ് ചെയ്യാം. സ്മോൾ m ക്യാൻസൽ ചെയ്തു, സ്മോൾ r ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് v0 സ്ക്വയർ ഈക്വൽ ടു ക്യാപിറ്റൽ G ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ സ്മോൾ r എന്ന് കിട്ടി. Okay, then orbital velocity VO is equal to root of gm divided by small r. Okay, so orbital velocity യുടെ equation എന്താ കിട്ടിയിരിക്കുന്നത്? Orbital velocity is equal to root of gm by small r എന്ന് നമുക്ക് കിട്ടി. Okay, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. So necessary centripetal force for the satellite to revolve in its orbit that is provided by gravitational force എന്നുള്ള കേസ് ഓർത്തിരിക്കുക. രണ്ട് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം, എന്നിട്ട് അവിടെ നിന്ന് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. VO is equal to root of gm divided by small r. സ്മോൾ ആറിന് പകരം നമുക്ക് ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ക്യാപിറ്റൽ R plus H എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then root of gm divided by capital R plus H. ഓക്കെ, സ്മോൾ ആറിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? ക്യാപിറ്റൽ R plus H എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? H എന്ന് പറയുന്ന ഹൈറ്റ് നെഗ്ലിജിബിളി സ്മോൾ ആണ് ഓൺ കമ്പയർഡ് വിത്ത് ക്യാപിറ്റൽ R. ഓക്കെ, ക്യാപിറ്റൽ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ H നെഗ്ലിജിബിളി സ്മോൾ ആണ്. അതുകൊണ്ട് H നെ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം എന്നുണ്ടെങ്കിൽ എന്ത് വരും? സ്മോൾ r is equal to capital R now. അപ്പോൾ when H is very less than that of capital R, then small r is equal to നമുക്ക് എന്തെന്ന് എഴുതാം? ക്യാപിറ്റൽ R എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിട്ട് വരും? ഓർബിറ്റൽ വെലോസിറ്റി is equal to root of g capital M divided by capital R എന്ന് വരും. ഓക്കെ, that's equal to root of capital G into capital M. gm ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? g small g into r square എന്ന് കൊടുക്കാം. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. സ്മോൾ g is equal to gm divided by capital R square അല്ലേ? അവിടെ നിന്ന് നമുക്ക് സ്മോൾ g അല്ല ക്യാപിറ്റൽ G into ക്യാപിറ്റൽ M എന്നതിന് പകരം എന്ത് കൊടുക്കാം? g into small r square എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ gm ന് പകരം എന്ത് കൊടുക്കാം? സ്മോൾ g into capital R square divided by capital R എന്ന് എഴുതാം. then cancel ചെയ്യാം. cancel ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എന്തായിട്ടാ വരിക? root of gr എന്ന് വന്നു. ഓക്കെ, root of gr നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നത് ഏതാണ്? root of gr. അതുപോലെ തന്നെ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തെന്ന് വരും? റൂട്ട് gr. എങ്ങനെയാണെങ്കിൽ when height is negligibly small. Okay, if the orbit is very close to the surface of the earth, എർത്തിന്റെ സർഫസുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് ഓർബിറ്റ് എങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി is equal to root of gr എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഓർബിറ്റൽ വെലോസിറ്റിയുടെ ആക്ച്വൽ ഇക്വേഷൻ ഏതാണ്? v0 is equal to root of gm divided by small r ആണ്. സ്മോൾ ആറിന് പകരം എന്ത് കൊടുത്തു? ക്യാപിറ്റൽ R plus H എന്ന് കൊടുത്തു. ഇനി H നെഗ്ലിജിബിളി സ്മോൾ ആണെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി is equal to root of gr. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. ഓക്കെ, ഇനി നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ, എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു ഇറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gr. ഓക്കെ, റൂട്ട് ഓഫ് 2gr എന്നുള്ള കേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്
നമ്മൾ സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയും. ഓക്കെ, 1 GR എന്തെന്നാ പറയാ, ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയും. √2 GR നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. ഓക്കെ, അപ്പൊ ആ രണ്ട് കേസ് ഒന്ന് ഓർത്തിരിക്കുക. √1 GR അല്ലെങ്കിൽ √GR അല്ലെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി when the satellite is very close to the surface of the earth, that is known as എന്തെന്ന് പറയും, ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. ഓക്കെ, ഇനി എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി, that is equal to √2 GR. ഓക്കെ ആണല്ലോ. Our second topic, time period of satellite. To explain the time period of satellite, we want to consider Earth having mass capital M and radius capital R. Orbit is here. Orbital radius, that is taken as small r, from the center of the Earth. The satellite is there having mass small m and v0 be its orbital velocity. Okay. To explain the time period, we know that. What about velocity? Velocity of the satellite or orbital velocity, v0 is known. We also know that velocity v is equal to distance divided by time. Okay. From here, what about the time taken? Time taken, t is equal to distance divided by velocity. Okay. When the body moves along the circumference of a circle, like body move ചെയ്യുന്നത് ഒരു ഓർബിറ്റിൽ along the circumference of a circle, സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെ ആണെങ്കിൽ, അതുപോലെ തന്നെ ഓർബിറ്റിലൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എടുക്കാം? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 2πr. ഡിസ്റ്റൻസ് d is equal to 2πr ഡിവൈഡഡ് ബൈ വെലോസിറ്റി, ദാറ്റ്സ് ഈക്വൽ ടു v0. ഓക്കെ, ആ ഓർബിറ്റിലെ വെലോസിറ്റി ഏതാണ്? v0 ആണ്. ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആണ്. അപ്പൊ അതെന്തായിട്ട് എടുക്കാം? 2πr എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 2πr into r divided by orbital velocity, that's equal to √gm divided by small r. Okay, then on rearranging, 2π into r into √r divided by gm. Okay, ഇത് ഡിനോമിനേറ്ററിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ടോട്ടൽ ആയിട്ട് എഴുതുമ്പോൾ ഈ സ്മോൾ ആർ ന്യൂമറേറ്ററിലേക്ക് വന്നു. √r divided by gm എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ആറ് റൂട്ടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അല്ലെ, ആറിനെ നമ്മൾ റൂട്ടിന്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് എന്തായിട്ടേ വരുള്ളൂ? r² ആയിട്ടേ എടുക്കുള്ളൂ. നമുക്കറിയാം √r² ആണ് എന്തെന്ന് പറയുന്നത്, സ്മോൾ r എന്ന് പറയുന്നത്. അപ്പോ 6 റൂട്ടിന്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് എന്തായിട്ടേ വരുള്ളൂ? r². അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? 2π into √r² into ഇവിടെ ഒരു r ഉണ്ട് ഡിവൈഡഡ് ബൈ gm. That's equal to 2π into √r³ divided by gm. Okay, but time period എന്ന് പറയുന്നത്, ഓക്കെ, ഈ ടൈമിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ബിക്കോസ് ഒരു പ്രാവശ്യം ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈമാണ്. ആ ടൈം t is equal to നമുക്ക് എങ്ങനെ കിട്ടി? 2π into √r³ divided by gm എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വീണ്ടും എന്തായിട്ട് എടുക്കാം? സ്മോൾ r എന്ന് പറയുന്നത്, സ്മോൾ r is equal to എങ്ങനെയായിട്ടാ വരിക? ക്യാപിറ്റൽ R പ്ലസ് h ആണ്. h നെഗ്ലിജിബിളി സ്മോൾ ആണെങ്കിൽ സ്മോൾ r is equal to എന്തായിട്ട് വരും? ക്യാപിറ്റൽ R എന്ന് എടുക്കും. അപ്പോൾ നമുക്ക് എന്തായിട്ട് എഴുതാം? 2π into √r³ divided by gm എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം പീരീഡ് എങ്ങനെ വന്നു? ടൈം പീരീഡ് t is equal to 2π into √r plus h, r plus h the whole cube divided by gm. When h is negligibly small on compared with the capital R, then time period t is equal to 2π into √2π into √r³ divided by gm. Okay, r³ divided by gm എന്ന് എഴുതാം. ഓക്കെ, പിന്നെ നമുക്ക് അറിയാവുന്നതാണ് വാട്ട് അബൌട്ട് ക്യാപിറ്റൽ gm? ക്യാപിറ്റൽ gm is equal to small g into r². അപ്പൊ ആ വാല്യൂ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ
നമുക്ക് കിട്ടുന്ന ആൻസർ 2π into root of r cube divided by g capital R square എന്ന് കിട്ടും. That's equal to 2π into root of r divided by g. Okay, 2π into root of r by g ആണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആയിട്ട് വരിക. When എപ്പോ h വളരെ നെഗ്ലിജിബിളി സ്മോൾ ആണ് ഓൺ കമ്പയർഡ് വിത്ത് ക്യാപിറ്റൽ ആർ. ഓക്കെ, അപ്പൊ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിന് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, then ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി എന്ന് എടുക്കാം. ഇനി ബോഡി മൂവ് ചെയ്യുന്നത് along the circumference of the circle, സർക്കിളിന്റെ സർഫസിലൂടെയാണ് മൂവ് ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം കറങ്ങി വരാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr ആണ്. പിന്നെ ഡിവൈഡ് ബൈ വെലോസിറ്റി. ഓക്കെ, ഓർബിറ്റൽ ആയതുകൊണ്ട് ഓർബിറ്റൽ വെലോസിറ്റി v0. ആ ടൈമിന് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയും. അപ്പൊ ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്തായിട്ട് കിട്ടിയിരിക്കുന്നത് 2π into root of r cube by gm. വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് 2π into root of r cube divided by gm. ഇനി സ്മോൾ r എന്ന് പറയുന്നത് ക്യാപിറ്റൽ R പ്ലസ് h ആണ്. അപ്പൊ ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π into root of capital R plus h the whole cube divided by gm എന്ന് എടുക്കാം. When h is negligibly small, h വളരെ ചെറുതാണ് ആസ് കമ്പയർഡ് ടു ക്യാപിറ്റൽ R ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2π into root of r cube by gm. ഓക്കെ, ക്യാപിറ്റൽ gm ന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ്സ് ഈക്വൽ ടു gr സ്ക്വയർ, then 2π into root of r by g എന്നുള്ള ഇക്വേഷനിലേക്ക് വരും. ഇതാണ് നമ്മുടെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച രണ്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷനും പഠിച്ചു, അതുപോലെ തന്നെ ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റും നമ്മൾ പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഓക്കെ, ജിയോ സ്റ്റേഷനറി അതിന്റെ ആ പേരിൽ തന്നെയുണ്ട് ജിയോ സ്റ്റേഷനറി. ജിയോ മീൻസ് എർത്ത്. ഓക്കെ, സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ റെസ്റ്റ് ആണ്. എർത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ് നോക്കുമ്പോ ആ സാറ്റലൈറ്റ് എപ്പോഴും എന്തായിട്ട് തോന്നും? റെസ്റ്റിലാണെന്ന് തോന്നും. ഓക്കെ, ദ സാറ്റലൈറ്റ് വിച്ച് അപ്പിയേഴ്സ് ടു ബി അറ്റ് റെസ്റ്റ് വെൻ വി ഒബ്സർവ് ഫ്രം ദി സർഫസ് ഓഫ് ദ എർത്ത്. ഓക്കെ, എർത്തിന്റെ സർഫസിൽ നിന്ന് നമ്മൾ ആ സാറ്റലൈറ്റിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ സാറ്റലൈറ്റ് എപ്പോഴും എന്താണ്? സ്റ്റേഷനറി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, ആക്ച്വലി ആ സാറ്റലൈറ്റ്സ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുമ്പോൾ അതെന്തായിട്ട് തോന്നും? സ്റ്റേഷനറി ആയിട്ട് നമുക്ക് തോന്നുവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, എർത്തിനെ നമ്മൾ കൺസിഡർ ചെയ്തു. മാസ് ക്യാപിറ്റൽ എം ആണ്, സ്മോൾ ക്യാപിറ്റൽ ആർ ആണ് അതിന്റെ റേഡിയസ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. ഇവിടെ നമുക്ക് എന്തുണ്ട്? സാറ്റലൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണെങ്കിൽ ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞു ഇറ്റ് അപ്പിയേഴ്സ് ടു ബി അറ്റ് റെസ്റ്റ് വെൻ ഒബ്സർവ്ഡ് ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. എർത്തിന്റെ സർഫസിൽ നിന്ന് നോക്കുമ്പോൾ അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഓക്കെ, അപ്പൊ നമുക്കറിയാം എർത്തിന്റെ പീരീഡ് ഓഫ് റൊട്ടേഷൻ അല്ലെ, ഒരു പ്രാവശ്യം അത് എന്ത് ചെയ്യാണ്? ഇറ്റ്സ് ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 hours ആണ് അല്ലെ. അപ്പൊ ടൈം പീരീഡ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് 24 hours ആണ്. ആ ടൈം പീരീഡ് തന്നെയായിരിക്കും ഏത്? ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ കേസിലും ഒരു പ്രാവശ്യം അത് റൊട്ടേറ്റ് ചെയ്ത് വരാൻ എടുക്കുന്ന സമയം എങ്ങനെയായിരിക്കും? സെയിം ആസ് ദാറ്റ് ഓഫ് ദ ടൈം പീരീഡ് ഓഫ് ദി എർത്ത്. ഓക്കെ, എർത്തിന്റെ എന്തുവരും? ആ ഒരു അതിന്റെ ഇറ്റ്സ് ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്ത് വരാൻ എടുക്കുന്ന സെയിം ടൈം തന്നെയായിരിക്കും ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും എടുക്കുക. ഓക്കെ, അപ്പൊ അതൊരു കാര്യമാണ്. എന്തുവരും? ഇറ്റ് അപ്പിയേഴ്സ് ടു ബി അറ്റ് റെസ്റ്റ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എർത്തിന്റെ സർഫസിൽ നിന്ന് നോക്കുമ്പോൾ റെസ്റ്റിലാണെന്ന് തോന്നാൻ നമുക്ക് കാരണം എന്താണ്? ഒരു കാരണം ടൈം പീരീഡ് ഓഫ് എർത്തും ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ ടൈം പീരീഡും എങ്ങനെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. ഓക്കെ, ഇതിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനും ഇതിന്റെ എർത്തിന്റെ കേസിൽ അല്ലെ, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അത് സെയിം തന്നെ എന്തുവരും? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ കേസിലും എന്ത് തന്നെയാണ്? വെസ്റ്റ് ടു ഈസ്റ്റ് തന്നെയാണ്. ബട്ട് ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനും എങ്ങനെ തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ രണ്ടിന്റെയും ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എങ്ങനെയാണ്? സെയിം തന്നെയാണ്. അപ്പൊ അത് രണ്ടാമത്തെ കേസ് ആയിട്ട് പറയാം. ഫസ്റ്റ് കേസ് ടൈം പീരീഡ്. ഓക്കെ, ടൈം പീരീഡ് ഓഫ്
geostationary satellite is same as that of the time period of rotation of Earth about its own axis എന്ന് നമുക്ക് പറയാം അല്ലെ. ഇതിന്റെ ടൈം പീരീഡും ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റിന്റെ ടൈം പീരീഡും എർത്തിന്റെ ടൈം പീരീഡും സെയിം തന്നെയാണ്, 24 hours ആണ്. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് ഏതാണ്? ഡിറക്ഷൻ ഓഫ് റൊട്ടേഷൻ. ഡിറക്ഷൻ ഓഫ് റൊട്ടേഷൻ എങ്ങനെ തന്നെയാണ്? സെയിം ആണ്. ഓക്കെ. മൂന്നാമത്തെ കേസ് എന്ന് നമുക്ക് പറയുന്നത് ഡിറക്ഷൻ സെയിം ആണ്. പിന്നെ എങ്ങനെയാണ്? ഡിറക്ഷൻ സെയിം ആണെങ്കിൽ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടും ഇത് വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ ഡിഫറൻസ് വരും. അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എപ്പോഴും എങ്ങനെയായിരിക്കണം? 0 ആവണം, എന്നാലേ റെസ്റ്റിലാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. വെലോസിറ്റി ഓഫ് ദിസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് അല്ലെ, വിത്ത് റെസ്പെക്ട് ടു എർത്ത് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? 0 ആയിട്ട് വരണം. ഓക്കെ. അങ്ങനെയാണെങ്കിലാണ് ഇപ്പോ എർത്ത് റൊട്ടേറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ ആ സെയിം ടൈമിൽ തന്നെ എന്താവണം? നമുക്ക് സാറ്റലൈറ്റും ആ പൊസിഷനിൽ തന്നെ വരണം. അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി എപ്പോഴും എങ്ങനെയായിട്ട് വരണം? 0 ആയിട്ട് വരണം. ഓക്കെ. അപ്പൊ ആ കേസ് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാറ്റലൈറ്റിനെയാണ് നമ്മൾ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് എന്ന് പറയാം. അപ്പൊ എന്താണ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് അപ്പിയേഴ്സ് ടു ബി അറ്റ് റെസ്റ്റ് വെൻ ഒബ്സർവ്ഡ് ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. ഇതിനെയാണ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്. ഓക്കെ. ഇനി അതിന്റെ ഹൈറ്റ്. ഓക്കെ. ഹൈറ്റ് എന്ന് പറയുന്നത് 36,000 കിലോമീറ്റേഴ്സ് എവേ ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. ഓക്കെ. എത്രയാണ്? 36,000 കിലോമീറ്റേഴ്സ് എവേ ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. ഓക്കെ. ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് നമുക്കറിയാം എന്തുവരും? എർത്തിന്റെ റേഡിയസ് 6,400 ആണ്. അപ്പൊ സെന്ററിൽ നിന്നുള്ള ഹൈറ്റ് എത്രയാണ്? ഫ്രം ദ സെന്റർ ടു ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് എത്ര വരും? 36,000 പ്ലസ് അല്ലെ, ഇതും കിലോമീറ്റേഴ്സിൽ തന്നെയാണ്. അപ്പോ 36,000 പ്ലസ് 6,400 ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം? 42,400 കിലോമീറ്റേഴ്സ് എവേ ഫ്രം ദി സെന്റർ ഓഫ് ദ എർത്ത്. എർത്തിന്റെ സെന്ററിൽ നിന്ന് 42,400 ആണ്. സർഫസിൽ നിന്ന് 36,000 കിലോമീറ്റേഴ്സ് എവേ ഫ്രം ദി സർഫസ് ഓഫ് ദ എർത്ത്. ഓക്കെ. 36,000 kilometers away from the surface of the earth, then 42,400 kilometers from the center of the earth. Okay. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം വേണം ഏതില്? ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ. ഓക്കെ. അപ്പോൾ പോയിന്റ്സ് ഇതൊക്കെയാണ്. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി അറ്റ് റെസ്റ്റ് വെൻ ഒബ്സർവ്ഡ് ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. Second one, its time period is same as that of the time period of earth. And third one, its direction of rotation is same as that of the direction of rotation of earth from west to അല്ലെ. എർത്തിന്റെ റൊട്ടേഷൻ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അപ്പൊ അത് തന്നെയായിരിക്കണം ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റിന്റെ കേസ്. പിന്നെ ഇറ്റ് ഈസ് 36,000 കിലോമീറ്റേഴ്സ് അവേ ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത് ആൻഡ് 42,400 കിലോമീറ്റേഴ്സ് ഫ്രം ദി സെന്റർ ഓഫ് ദി എർത്ത്. ജസ്റ്റ് ഒന്ന് പറയാം, നല്ല ഓർത്തിരിക്കാം. ഓക്കെ. ഈ പോയിന്റ്സ് എല്ലാം തന്നെ നമുക്ക് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റിന്റെ കേസിൽ വരണം. ഓക്കെ. ഇനി അടുത്ത നമുക്ക് വരാനുള്ളത് പോളാർ സാറ്റലൈറ്റ് ആണ്. പോളാർ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ആണ്. നോർത്ത് സൗത്ത് ഡിറക്ഷൻ ആണ്. ഇത് നമുക്കറിയാലോ, ജിയോ സ്റ്റേഷണറി എന്ന് പറയുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. പോളാർ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ നോർത്ത് സൗത്ത് ഡിറക്ഷൻ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമുക്ക് എർത്തിനെ എൻറ്റയർ ആയിട്ട് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാറ്റലൈറ്റ് ആണ് പോളാർ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. വിച്ച് ക്യാൻ സ്കാൻ ദ എൻറ്റയർ എർത്തിനെ മൊത്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്കാൻ ചെയ്യാൻ പറ്റും. അതിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ നമുക്കിത് എന്ത് ചെയ്യും? വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സ്പൈ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? പോളാർ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. I think these topics are clear for you. If you like this video, please subscribe and enable the bell button. Thank you.